പാർക്കിൻസൺ രോഗം ഒരു തേയ്മാന രോഗമാണ്. ഇതിന് ജീവിതകാലം മൊത്തം ചികിത്സ വേണോ എന്നുള്ളത് പലരെയും കുഴക്കുന്ന ഒരു പ്രശ്നമാണ്. പാർക്കിൻസൺ രോഗം നമ്മുടെ തലച്ചോറിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന ന്യൂറോൺ കോശങ്ങളുടെ തേയ്മാനം കൊണ്ട് വരുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇതിന് ചലന സംബന്ധമായതും ചലന സംബന്ധമല്ലാത്തതുമായ രോഗലക്ഷണങ്ങളുണ്ട്. ചലന സംബന്ധമായ ലക്ഷണങ്ങൾ കൈയുടെ വിറയൽ, വേഗത കുറവ്, കൈകാലുകളുടെ സ്റ്റിഫ്നെസ് മുതലായവയാണ്. ഇത് കൂടാതെ ചലന സംബന്ധമല്ലാത്ത രോഗലക്ഷണങ്ങളായ വിഷാദം, സ്മെല്ലറിയാനുള്ള കഴിവ് കുറവ്, കോൺസ്റ്റിപ്പേഷൻ, ഉറക്കത്തിലുള്ള പ്രശ്നങ്ങൾ, വിഷാദരോഗം മുതലായവയും കാണുന്നുണ്ട്. പാർക്കിൻസൺ രോഗത്തിൻ്റെ മരുന്നുകൊണ്ടുള്ള ചികിത്സയായാലും സർജിക്കൽ ചികിത്സയായാലും രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുവാനുള്ളതാണ്. ഇതൊരിക്കലും പാർക്കിൻസൺ രോഗം ചികിത്സിച്ച് ആ തേയ്മാനത്തെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയുള്ളവയല്ല. അതുമൂലമുണ്ടാകുന്ന രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറച്ച് രോഗിയുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ളവയാണ്. ഇതിനായി നമുക്ക് പല വിധത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. മരുന്നുകൊണ്ട് ഇഫക്റ്റ് കിട്ടാതെ വരുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന സർജിക്കൽ ചികിത്സയും ഇതിന് ലഭ്യമാണ്. ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ന്യൂറോളജി ഡോക്ടറെ കണ്ട് അതിൻ്റെ സേവനം നിങ്ങൾ തേടേണ്ടതാണ്.